Welcome to Plus One Physics, Units and Dimensions, Part 3. The topic to be discussed today is errors in measurement. First of all, we have to understand what is accuracy and precision in a measurement. Accuracy of a measurement is a measure of how close the measured value is to the true value. Precision tells us to what resolution or limit the quantity is measured. ഒരു മെഷർമെൻറ്റിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത മെഷർമെൻറ്റ് അതിൻ്റെ ട്രൂ വാല്യൂവിനോട് എത്ര അടുത്ത് കിടക്കുന്നു എന്നതനുസരിച്ചാണ്. അതുപോലെ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസിൻ്റെ റെസൊല്യൂഷനെ അനുസരിച്ചായിരിക്കും ആ മെഷർമെൻറ്റിൻ്റെ പ്രിസിഷൻ. ഇത് നമുക്കൊരു ഉദാഹരണ സഹിതം കാണാം. ഒരു മെഷർമെൻറ്റ് ട്രൂ വാല്യൂ 3.678 സെൻറ്റിമീറ്റർ ആണ്. നമ്മളിവിടെ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രണ്ട് ട്രയലാണ് നടത്തുന്നത് മെഷർമെൻറ്റിൻ്റെ. ആദ്യം 0.1 സെൻറ്റിമീറ്റർ റെസൊല്യൂഷൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നമ്മൾ മെഷർ ചെയ്തപ്പം നമുക്ക് 3.5 സെൻറ്റിമീറ്റർ കിട്ടി. പിന്നെ 0.01 സെൻറ്റിമീറ്റർ റെസൊല്യൂഷനുള്ള വേറൊരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നമ്മൾ മെഷർ ചെയ്തപ്പം നമുക്ക് 3.38 സെൻറ്റിമീറ്റർ കിട്ടി. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാ 3.5 സെൻറ്റിമീറ്റർ ആണ്. കാരണം അത് ട്രൂ വാല്യൂവിനോട് കുറച്ചുകൂടെ അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണ്. പക്ഷേ 3.38 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ് ടു 2 ഡെസിമൽ പ്ലേസസ് നമുക്കവിടെ മെഷർമെൻറ്റ് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ 0.01 സെൻറ്റിമീറ്റർ റെസൊല്യൂഷനുള്ള ഇൻസ്ട്രുമെൻറ്റ് വെച്ചാണ് നമ്മൾ മെഷർ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് അപ് ടു 2 ഡെസിമൽ പ്ലേസസ് നമുക്കവിടെ മെഷർമെൻറ്റ് കിട്ടുന്നത്. അപ്പം ഈ ഒരു മെഷർമെൻറ്റ് ആക്യുറസി കുറവാണെങ്കിലും പ്രിസിഷൻ ഈ രണ്ടാമത്തെ മെഷർമെൻറ്റിനാണ് കൂടുതൽ. ഇനി എന്താണ് എറർ എന്ന് നോക്കാം. It is an uncertainty in a measurement. It is a difference between the measured value and the true. നമ്മൾ മെഷർ ചെയ്ത വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. എറർ ഇസ് ഓഫ് 3 ടൈപ്സ്. ഇറ്റ് ഇസ് സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ, ലീസ്റ്റ് കൗണ്ട് എറേഴ്സ്. ഇനി സിസ്റ്റമാറ്റിക് എറേഴ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അത് എക്സ്പെരിമെൻ്റൽ എറേഴ്സ്, പ്രൊസീജറൽ എറേഴ്സ്, പേഴ്സണൽ എറേഴ്സ്. Systematic errors are those errors for which the reason of the error can be determined. നമുക്ക് റീസൺ പറയാവുന്ന എറേഴ്സ് ആണ് സിസ്റ്റമാറ്റിക്സ്. ഇതിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻസ്ട്രുമെൻ്റൽ എറർ. ദിസ് ടൈപ്പ് ഓഫ് എറർ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഇംപെർഫെക്റ്റ് ഡിസൈൻ ഓഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റിൻ്റെ കുഴപ്പം കാരണം ഉണ്ടാകുന്ന എററാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്കെയിൽ ഉപയോഗിക്കുന്നു മെഷർ ചെയ്യാൻ. നമ്മൾ ഒരുപാട് നാൾ ആ സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പം അതിൻ്റെ അറ്റത്തെ റീഡിങ്സ്, അതായത് അതിൻ്റെ 0 പൊസിഷൻ ഒക്കെ ചിലപ്പോൾ മാഞ്ഞു പോയിന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ആ സ്കെയിൽ ഉപയോഗിച്ചൊരു മെഷർമെൻറ്റ് ചെയ്യുമ്പം അത് പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അടുത്തത് പ്രൊസീജറൽ എറർ. ദിസ് ടൈപ്പ് ഓഫ് എറർ ഒക്കേഴ്സ് ഡ്യൂ ടു ദ റോങ് പ്രൊസീജിയർ ഫോളോഡ് വൈൽ ടേക്കിംഗ് ദ മെഷർമെൻറ്റ്. നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ തെറ്റായതുകൊണ്ട് ഉണ്ടാവുന്ന എററാണ് പ്രൊസീജറൽ എറർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പം തെർമോമീറ്റർ ആം പിറ്റിൽ വെച്ച് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും അത് ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറവായിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് കിട്ടുക. അടുത്തത് പേഴ്സണൽ എറേഴ്സ്. ദിസ് എറർ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഇംപ്രോപ്പർ സെറ്റിംഗ് ഓഫ് അപ്പാരറ്റസ് ആൻഡ് പേഴ്സണൽ കെയർലെസ്നെസ് വൈൽ ടേക്കിംഗ് മെഷർമെൻറ്റ്. അതായത് നമ്മുടെ പേഴ്സണൽ കെയർലെസ്നെസ് വഴി ഉണ്ടാവുന്ന എററാണ് പേഴ്സണൽ എറേഴ്സ്. മാത്രമല്ല, നമ്മളിപ്പം ഒരു മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന രീതി തെറ്റാണെങ്കിൽ പേഴ്സണൽ എറേഴ്സ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 100 ml വാട്ടർ ഒരു ബീക്കറിൽ എടുക്കുമ്പോൾ ആ ലിക്വിഡ് സർഫസിൻ്റെ ലോവർ മെനസ്കസ് നമ്മുടെ കണ്ണിൻ്റെ അതേ ലെവലാകുമ്പോഴാണ് ആ മെഷർമെൻറ്റ് ശരിയാവുക. അല്ലെങ്കിൽ പാരലാക്സ് എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് നമുക്കുണ്ടാവുന്ന എറേഴ്സാണ് റാൻഡം എറേഴ്സ്. റാൻഡം എറേഴ്സ് ആർ ദ എറേഴ്സ് ഫോർ വിച്ച് the reason cannot be determined. It can be due to unpredictable fluctuations in experimental conditions. അതായത് ആ എറർ എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ള റീസൺ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസിൽ പെട്ടെന്നുണ്ടായ ഒരു മാറ്റം കാരണമായിരിക്കും ആ എറർ ഉണ്ടായത്. അങ്ങനത്തെ എറേഴ്സിനെയാണ് നമ്മൾ റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ലീസ്റ്റ് കൗണ്ട് എറർ. Least count of an instrument is the smallest value that can be measured with an instrument. Least count error is the error associated with the resolution of the instrument. Least count എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് മെഷർ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ മെഷർമെൻ്റ് ആണ്.
ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഷർമെൻറ്റിൻ്റെ ട്രൂ വാല്യൂ 3.65 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ 0.1 സെൻറ്റിമീറ്റർ ലീസ്റ്റ് കൗണ്ട് ഉള്ള അല്ലെങ്കിൽ 0.1 സെൻറ്റിമീറ്റർ റെസൊല്യൂഷനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചാണ് നമുക്ക് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3.6 സെൻറ്റിമീറ്ററിനെ നമുക്ക് മെഷർമെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന എററാണ് ലീസ്റ്റ് കൗണ്ട് എറർ. ഇനി എങ്ങനെയാണ് ഒരു മെഷർമെൻറ്റിലുള്ള എറർ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ കുറേ ടേംസ് നമ്മൾ പരിചയപ്പെടണം. അതിലാദ്യമായിട്ട് എന്താണ് ട്രൂ വാല്യൂ എന്ന് നോക്കാം. യൂഷ്വലി നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരു വാല്യൂ വെച്ച് നമ്മൾ തൃപ്തിപ്പെടാറില്ല. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ, എന്തിനെങ്കിലും ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു 4 to 5 ടൈംസ് അതേ ലെങ്ത്ത് തന്നെ കണ്ടുപിടിക്കും. എന്നിട്ട് അങ്ങനെ ഒരു 5 ട്രയൽസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മീൻ വാല്യൂ എടുക്കും. ആ മീൻ വാല്യൂ ആണ് നമ്മൾ ലെങ്ത്തിൻ്റെ ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ യൂഷ്വലി ഈ ട്രയൽസിനെ നമ്മൾ A1, A2, A3 അങ്ങനെ അപ് ടു AN വരെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ N ട്രയൽസ് ആണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ N ട്രയൽസിൻ്റെ ആവറേജ് വാല്യൂ ദറ്റ് ഈസ് A1 + A2 + എക്സെട്ര അപ് ടു AN ഡിവൈഡഡ് ബൈ N ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ട്രൂ വാല്യൂ കിട്ടുകയാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അബ്സല്യൂട്ട് എററിനെ പറ്റിയിട്ടാണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് ആൻഡ് ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ഇസ് കോൾഡ് അബ്സല്യൂട്ട് എറർ. ദിസ് ഇസ് ഡിനോട്ടഡ് ആസ് മോഡുലസ് ഓഫ് ഡെൽറ്റ ഇ. ഈ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ഓരോ ട്രയലിനും നമുക്ക് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. നമ്മളെടുത്ത ട്രയലും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആ ട്രയലിലുള്ള അബ്സല്യൂട്ട് എറർ. ഇതിനെ നമ്മൾ മോഡുലസ് ആയിട്ടാണ് എടുക്കുന്നത്. ബിക്കോസ് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ വന്നാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ മോഡുലസ് ഡെൽറ്റ എ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ട്രയലിനും നമുക്ക് അബ്സല്യൂട്ട് എറേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് മോഡുലസ് ഡെൽറ്റ A1, മോഡുലസ് ഡെൽറ്റ A2 അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ അബ്സല്യൂട്ട് എറേഴ്സിൻ്റെ എല്ലാം മീൻ അല്ലെങ്കിൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് മീൻ അബ്സല്യൂട്ട് എറർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ എ മീൻ. നമ്മൾ ഡെൽറ്റ എ മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആ ഒരു മെഷർമെൻറ്റിൻ്റെ റേഞ്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞ മെഷർമെൻറ്റ് എടുത്തത്. ഇവിടെ എ ലെങ്ത് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ ലെങ്ത് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ ആൻഡ് എ മീൻ പ്ലസ് ഡെൽറ്റ എ മീൻ. ആ ഒരു റേഞ്ച്, അതായത് ഇറ്റ് ക്യാൻ വേരി ഫ്രം എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ ടു എ മീൻ പ്ലസ് ഡെൽറ്റ എ മീൻ. ആ ഒരു റേഞ്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് റിലേറ്റീവ് എററും കണ്ടുപിടിക്കാം. റിലേറ്റീവ് എററിനുള്ള ഫോർമുല ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ആണ്. പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് റിലേറ്റീവ് എറർ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും. നമുക്കിവിടെ മീൻ അബ്സല്യൂട്ട് എററിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ആ പ്രോബ്ലം ഇങ്ങനെയാണ്. വി മെഷർ ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. In successive measurements, the readings turn out to be 2.63, 2.56, 2.42, 2.71 and 2.80. Calculate the absolute errors, relative error or percentage error. ഇവിടെ നമ്മൾ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം നമ്മൾ മെഷർ ചെയ്യണം. നമ്മൾ യൂഷ്വലി നമ്മൾ ഫിസിക്സിൽ നമ്മൾ ലാബിൽ എന്ത് മെഷർമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റ റീഡിംഗ് അല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ അത് തന്നെ നമ്മളൊരു 4-5 പ്രാവശ്യം നമ്മൾ എടുക്കും. അത് എന്തിനാണ് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റീഡിംഗ് തന്നെ 4-5 പ്രാവശ്യം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ ആ റീഡിംഗ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണല്ലോ നമ്മുടെ ട്രൂ വാല്യൂ. നമ്മൾ പഠിച്ചല്ലേ ട്രൂ വാല്യൂ എന്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ നടത്തുന്ന ട്രയൽസ് ആണ് A1, A2 എന്നൊക്കെ നമ്മൾ എഴുതുന്നത് കേട്ടോ. നമ്മൾ A1 എന്താണ് ഇവിടെ 2.63 സെക്കൻഡ് ആണ്. A2 എന്താണ് 2.56 സെക്കൻഡ് ആണ്. A3 എന്താണ് 2.42 സെക്കൻഡ് ആണ്. A4 എന്താ 2.71, A4 2.71 സെക്കൻഡ് ആണ്. 2.71 സെക്കൻഡ് ആണ്. A5 2.80 സെക്കൻഡ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ട്രൂ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എ മീൻ ആണ്. എ മീൻ ട്രൂ വാല്യൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലേ. എന്നിട്ട് ദറ്റ് ഇസ് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 ദ ഹോൾ ഡിവൈഡഡ് ബൈ 5. ഇവിടെ 5 റീഡിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ റീഡിങ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ
നമ്മൾ ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എ മീൻ അല്ലെങ്കിൽ നമ്മുടെ ട്രൂ വാല്യൂ നമുക്ക് 2.62 സെക്കൻഡ്സിന് കിട്ടും. 2.62 സെക്കൻഡ്സിന് കിട്ടും. ഇനി നമ്മൾ ഈ ഓരോ റീഡിങ്ങിലും ഉള്ള അബ്സല്യൂട്ട് എറേഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓരോ റീഡിങ്ങിലുമുള്ള അബ്സല്യൂട്ട് എറേഴ്സ് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓരോ റീഡിങ്ങിലുള്ള അബ്സല്യൂട്ട് എറേഴ്സ് നമ്മൾ എങ്ങനെയാണ് കാണുക? ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ഡെൽറ്റ A1 അല്ലേ, ഡെൽറ്റ A1 ഡെൽറ്റ A2 നമ്മളിങ്ങനെ ഓരോ റീഡിങ്സിലുള്ള അബ്സല്യൂട്ട് എറേഴ്സ് നമുക്ക് കാണണം. അതിൽ ഒന്നാമത്തത് ഡെൽറ്റ A1. ഡെൽറ്റ A1 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എന്താ? A1 മൈനസ് എ മീൻ, അങ്ങനെയല്ലേ വരിക? അപ്പം A1 എന്താ? 2.63 മൈനസ് എ മീൻ എന്താ? ട്രൂ വാല്യൂ എന്താ? 2.62. ഓക്കെ, 2.62. അപ്പോൾ നമുക്ക് 0.01 കിട്ടും. അതുപോലെ നമ്മൾ എല്ലാ അബ്സല്യൂട്ട് എറേഴ്സും കാണാം. ഡെൽറ്റ A2 നമുക്ക് എന്താ കിട്ടുക? A2 മൈനസ് എ മീൻ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ വരിക? മോഡുലസ് ഓഫ് 2.56 മൈനസ് 2.62. അപ്പോൾ നമുക്ക് ഇവിടെ 0.06 എന്ന് വരും. ഇവിടെ ആക്ച്വലി മൈനസ് 0.06 വരും. പക്ഷെ നമ്മളതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ നമ്മൾ ആ നെഗറ്റീവ് സൈൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതുപോലെ നമ്മളെല്ലാ അബ്സല്യൂട്ട് എറേഴ്സും നമ്മൾ കാണാണ്. നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ എല്ലാ അബ്സല്യൂട്ട് എറേഴ്സും എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ ഡെൽറ്റ A3 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? 2.42 മൈനസ് 2.62. അപ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക് 0.20 സെക്കൻഡ്സ് വരും. ഡെൽറ്റ A4 എന്താ വരിക? 2.71 മൈനസ് 2.62. അപ്പോൾ നമുക്ക് എന്താ വരിക? 0.09 എന്ന് വരും. ഇനി ഡെൽറ്റ A5 എന്താ വരിക നോക്കിയേ? ഡെൽറ്റ A5 എന്താ നമുക്ക് വരിക? അപ്പോൾ നോക്കാം ഡെൽറ്റ A5 എന്താ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഡെൽറ്റ A5 നമ്മൾ മോഡുലസ് ഓഫ് 2.80 മൈനസ് 2.62. അപ്പോൾ നമുക്ക് എന്താ വരിക? 0.18 എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അബ്സല്യൂട്ട് എറേഴ്സും കിട്ടി. ഇനി നമ്മൾ മീൻ അബ്സല്യൂട്ട് എറർ എങ്ങനെ കാണാം? ഡെൽറ്റ A മീൻ അല്ലേ? ഡെൽറ്റ A മീൻ എങ്ങനെ കാണാം? നമ്മൾ കണ്ട ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് ഡെൽറ്റ A4 പ്ലസ് ഡെൽറ്റ A5. നമ്മളിതെല്ലാം കണ്ടല്ലോ, അതെല്ലാം ആഡ് ചെയ്തിട്ട് എല്ലാത്തിനെയും കൂടെ നമ്മൾ ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ നമുക്കിവിടെ കിട്ടും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0.11 സെക്കൻഡ് എന്നാണ് കിട്ടുക. മീൻ അബ്സല്യൂട്ട് എറർ നമുക്ക് 0.11 സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിത് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അബ്സല്യൂട്ട് എറേഴ്സ്, റിലേറ്റീവ് എറർ ആൻഡ് പെർസെൻറ്റേജ് എറർ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് 0.11 സെക്കൻഡ്സ് നമുക്ക് കിട്ടി. ഇപ്പം ഈ അബ്സല്യൂട്ട് എറർ 0.11 സെക്കൻഡാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൂ വാല്യൂ എന്താണ്? ആക്ച്വലി നമ്മുടെ ട്രൂ വാല്യൂ 2.62 സെക്കൻഡ്സ് ആണ് നമ്മുടെ ട്രൂ വാല്യൂ, ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം. അതിൽ 0.11 സെക്കൻഡ് അബ്സല്യൂട്ട് എറർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ റീഡിങ് ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ് 0.11 സെക്കൻഡ്സ്. അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഈ ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ പല എറേഴ്സും വരാം. അപ്പം കൃത്യമായിട്ട് 2.62 എന്ന് പറയാൻ പറ്റില്ല. അത് എന്താ ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ് 0.11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.62 പ്ലസ് 0.11 എന്താ വരിക? 2.62 പ്ലസ് 0.11 എന്താ വരിക? 2.73. 2.62 മൈനസ് 0.11 എന്താ വരിക? 2.51. അപ്പോൾ അതിൻ്റെ അർത്ഥം ടൈം പീരിയഡ് ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ 2.73 അല്ല സോറി ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ 2.51 ആൻഡ് 2.73. അതാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് ടൈം പീരീഡ് it will be less than or equal to 2.73 or it will be greater than or equal to 2.51. ഈ 2.51 2.73 ഇടയ്ക്ക് ഒരു വാല്യൂ ആയിരിക്കും. അതാണ് ഈ അബ്സല്യൂട്ട് എറർ കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിൽ എറേഴ്സ് വരാം. അപ്പോൾ ഇത്രയും വേരിയേഷൻ അതിന് വരാം. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ് റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ് എറർ നമ്മൾ എങ്ങനെയാണ് കാണുക? റിലേറ്റീവ് എറർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ റിലേറ്റീവ് എറർ ഡെൽറ്റ എ മീൻ ബൈ എ മീൻ അല്ലേ? ഡെൽറ്റ എ മീൻ ബൈ എ മീൻ. ഡെൽറ്റ എ മീൻ നമുക്ക് എത്ര കിട്ടിയത്? 0.11 കിട്ടി. എ മീൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ട് ട്രൂ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? എ മീൻ നമുക്ക് എത്ര കിട്ടിയത്? 2.62.
2.62. അപ്പോൾ നമ്മളിത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിലേറ്റീവ് എറർ നമുക്ക് കിട്ടും. ഇപ്പോൾ റിലേറ്റീവ് എറർ നമുക്ക് കിട്ടി, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.04 എന്ന് കിട്ടും. ഇതാണ് റിലേറ്റീവ് എറർ. ഇനി പെർസെൻറ്റേജ് എറർ എന്താ? ഈ റിലേറ്റീവ് എററിനെ അല്ലേ ഡെൽറ്റ എ മീൻ റിലേറ്റീവ് എററിനെ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടി. ഇപ്പോൾ റിലേറ്റീവ് എറർ 0.04 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് 4 കിട്ടും. ഇൻറ്റു 100 ചെയ്താൽ 4%. So percentage error is 4%. Relative error is 0.04 and percentage error is 4%. Clear ആയല്ലോ? അടുത്തത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ്. ഒരു സിംഗിൾ മെഷർമെൻറ്റിലുള്ള എറർ അല്ലാതെ നമുക്ക് ഒരു എക്സ്പ്രഷൻ വരികയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ വന്നാൽ അബ്സല്യൂട്ട് എറർ ഇൻ ഇസഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എറർ ഇൻ എ പ്ലസ് അബ്സല്യൂട്ട് എറർ ഇൻ ബി ആണ്. ഇഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി then absolute error in Z is equal to absolute error in A plus absolute error in B. ഇനി Z is equal to A into B ആണെങ്കിലും Z is equal to A divided by B ആണെങ്കിലും നമ്മൾ റിലേറ്റീവ് എറർ ആണ് കാണുക. ഇവിടെ റിലേറ്റീവ് എറർ ഇൻ Z എന്ന് പറയുന്നത് റിലേറ്റീവ് എറർ ഇൻ A പ്ലസ് റിലേറ്റീവ് എറർ ഇൻ B ആണ്. നൗ ഇനി Z is equal to X raised to M അങ്ങനെ പവർ വരുവാണെങ്കിൽ ആ സമയത്തും നമ്മൾ റിലേറ്റീവ് എറർ കാണുക. അന്നേരം we have to multiply the power, that is m into relative error in x എന്നാണ് വരിക. പവറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ റിലേറ്റീവ് എറർ ഇൻ എക്സ് കണ്ടുപിടിക്കണം. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 1-2 പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ എറേഴ്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം, the temperatures of two bodies measured by a thermometer are T1 is equal to 20 degrees Celsius plus or minus 0.5 degrees Celsius and T2 is equal to 50 degrees Celsius plus or minus 0.5 degrees Celsius. Calculate the temperature difference and the error in them. ഇവിടെ നമ്മൾ ഡിഫറൻസ് ആണ് കാണുന്നത്. നമ്മൾ പഠിച്ചിരുന്നു അഡീഷനിലാണെങ്കിലും നമ്മൾ സബ്ട്രാക്ഷനിലാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എറേഴ്സ് നമ്മൾ ആഡപ്പ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്. നമ്മൾ T2 മൈനസ് T1 ആണ് കണ്ടത്. T2 മൈനസ് T1 ചെയ്യുമ്പോൾ 50 മൈനസ് 20 അല്ലേ? 50 മൈനസ് 20 ആകുമ്പോൾ എന്താ 30 ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ എറേഴ്സ് നമ്മൾ ഡിഫറൻസ് ആണെങ്കിലും നമ്മൾ ആഡപ്പ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് എന്താ വരിക? 0.5 പ്ലസ് 0.5 ദാറ്റ് ഇസ് 1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വേറൊരു പ്രോബ്ലം നമ്മൾ കാണാം. The resistance R is equal to V by I, where V is equal to 100 plus or minus 5 volt and I is equal to 10 plus or minus 0.2 ampere. Find the percentage error in R. ഇവിടെ നമ്മൾക്ക് അറിയാം, നമുക്ക് പ്രോഡക്റ്റ് ആണെങ്കിലും കോഷ്യൻ്റ് ആണെങ്കിലും വരുമ്പോൾ നമ്മൾ റിലേറ്റീവ് എററാണ് കാണുന്നത്. അവിടെ നമ്മൾ റിലേറ്റീവ് എറർ എങ്ങനെയാണ് കാണുക? ഓരോ ടേമിൻ്റെയും റിലേറ്റീവ് എറർ എടുത്തിട്ട് നമ്മൾ ആഡപ്പ് ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ V is equal to 100 plus or minus 5 എന്ന് പറയുമ്പോൾ 100 എന്ന് പറയുന്നത് വിയിലുള്ള മാഗ്നിറ്റ്യൂഡും പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറയുന്നത് ഇറ്റ്സ് ആബ്സല്യൂട്ട് എറർ ഇൻ വി ആണ്. അതുപോലെ I is equal to 10 plus or minus 0.2 എന്ന് പറയുമ്പം 10 എന്ന് പറയുന്നത് ഐയിലുള്ള വാല്യൂവും 0.2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ആബ്സല്യൂട്ട് എറർ ഇൻ ഐ. അപ്പം നമുക്കിവിടെ റിലേറ്റീവ് എറർ ഇൻ ആർ എന്ന് വരുമ്പോൾ എന്താ വരിക? ഡെൽറ്റ ആർ ബൈ ആർ. റിലേറ്റീവ് എറർ ഇൻ ആർ എന്താ വരിക? ഇറ്റ് ഇസ് റിലേറ്റീവ് എറർ ഇൻ വി പ്ലസ് റിലേറ്റീവ് എറർ ഇൻ ഐ. റിലേറ്റീവ് എറർ ഇൻ വി പ്ലസ് റിലേറ്റീവ് എറർ ഇൻ ഐ. അപ്പം നമുക്ക് എന്താ വരിക? ഡെൽറ്റ വി എന്താ വരിക? 5 ആണ്. അപ്പോൾ 5 by 100 plus 0.2 by 10 which is equal to 0.05 plus 0.02 which is 0.07. ഇനി പെർസെൻറ്റേജ് എറർ എന്താ വരിക? പെർസെൻറ്റേജ് എറർ എപ്പോഴും റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആണ്. അപ്പോൾ 0.07 ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് എറർ ഇൻ ആർ എന്താ? 7% ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത ഒരു പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഫൈൻഡ് ദ റിലേറ്റീവ് എറർ ഇൻ Z ഇഫ് Z is equal to a raised to 4 b raised to 1 by 3 divided by c d raised to 3 by 2. ഇവിടെ പ്രോഡക്റ്റ് ഉണ്ട്, കോഷ്യൻ്റ് ഉണ്ട്, പവറും ഉണ്ട്. പ്രോഡക്റ്റും കോഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഓരോ ടേമിൻ്റെയും റിലേറ്റീവ് എറർ എടുത്തിട്ട് ആഡിനെ ചെയ്യണം. ഇനി പവർ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ആ പവറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ റിലേറ്റീവ് എറർ ഇൻ Z എന്താ വരിക? ഇറ്റ് വിൽ ബി 4 into relative error in A plus 1 by 3 into relative error in B plus relative error in C plus 3 by 2 into relative error in D. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് വരിക. ക്ലിയർ ആയോ?
ഇന്ന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.